തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ചയാളുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ച കേസിൽ സസ്പെൻഷനിലുള്ള ഗ്രേഡ് SIക്കെതിരെ കർശന നടപടി. ഗ്രേഡ് SI PM സലീമിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് സാധ്യത. വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയിലേക്ക് കടക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ആലുവ സ്റ്റേഷനിലെ SI നെല്ലിക്കുഴി സ്വദേശി സലീമിനെതിരെ മോഷണക്കേസും രജിസ്റ്റർ ചെയ്യും. GD ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് കേസെടുക്കുക. മാർച്ച് 19 പുലർച്ചെ ആലുവയിൽ തീവണ്ടിയിൽ നിന്ന് വീണു മരിച്ച അസം സ്വദേശി ജിതിൻ ഗോഗോയുടെ പേഴ്സിലുണ്ടായിരുന്ന 8000 രൂപയിൽ 3000 രൂപയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മോഷ്ടിച്ചത്. നേരത്തെയും സലീമിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അച്ചടക്ക നടപടിയായാണ് ആലുവയിലേക്ക് മാറ്റിയത്. ജിതിലിന്റെ കൈവശമുണ്ടായിരുന്ന സാധനങ്ങളും പേഴ്സിലുണ്ടായിരുന്ന തുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ജനറൽ ഡയറി ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ മേശയുടെ മുകളിൽ വെച്ചു. പിന്നീട് ബന്ധുക്കൾക്ക് മടക്കി നൽകാൻ സാധനങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു 3000 രൂപയുടെ കുറവ് കണ്ടെത്തിയത്. പണമെടുത്തതായി ആരും സമ്മതിക്കാതിരുന്നതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് സലീമാണ് പണം മോഷ്ടിച്ചതെന്ന് വ്യക്തമായത്. വകുപ്പ് തല റിപ്പോർട്ട് ലഭിച്ചാലുടൻ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. ഇതിനൊപ്പം GD ചുമതലയിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യും. നിലവിൽ പണം നഷ്ടപ്പെട്ടതിൽ ആരും പരാതി നൽകിയിട്ടില്ല. ജനം, കൊച്ചി.